بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين أما بعد الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين غوث الأعظم شيخ محي الدين عبد القادر الجيلانിയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മഹാനവറുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഖുതുബിയ്യത്ത് എന്ന് പറയുന്നത്. ആ ഖുതുബിയ്യത്ത് ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മുടെ സദസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സന്നിഹിതരാവാൻ വേണ്ടി അപേക്ഷിക്കുന്ന ആവശ്യപ്പെടുന്ന വരികൾ, അതാണ് അടുത്ത വരി. അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. മൗലവി പറയുന്നത് യാ ഗൗസുൽ അഅ്ലമു അബ്ദൽ ഖാദിരി സുർഅ യാ സയ്യിദി ഹുർനി യാ മുഹയ്യിദ്ദീനി. മരണപ്പെട്ടു പോയ ഗൗസുൽ അഅ്ലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ റൂഹിനെ ഹാദിറാവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇത് അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു പരിപാടി ഇല്ല, അത് ശരിയാവുകയില്ല, നടക്കുകയില്ല, അത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നാണ് ഇത് സംബന്ധിച്ച് മൗലവിമാര് പറയുന്നതും പറയാറുള്ളതും. സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയട്ടെ. يا غوث العالم عبد القادر سرعا يا سيد حضرني يا محيي الدين. ഗൗസുൽ അഅ്ലമായ അബ്ദുൽ ഖാദിറെ, നിങ്ങൾ വേഗത്തിൽ ഉത്തരം ചെയ്യണേ. എന്റെ നേതാവേ, നിങ്ങൾ ഇവിടെ ഹാജരാകണേ. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ ഖുതുബിയ്യത്തിന്റെ മജ്ലിസിൽ ഹാജരാകാൻ വേണ്ടി ക്ഷണിക്കണം. മരിച്ചുപോയ ആളുകളെ റൂഹുകളെ നമുക്ക് ഇന്ന് ഹാജരാക്കാൻ കഴിയുമെന്ന വിശ്വാസം തനിച്ച അന്ധവിശ്വാസമാണ്.
റൂഹുകൾ അല്ലാഹുവിന്റെ കസ്റ്റഡിയിലേക്ക് നീങ്ങി, ശരീരങ്ങൾ യഥാർത്ഥത്തിൽ ഖബറിൽ വെച്ച് പോവുകയും ചെയ്തു. ഇതല്ലേ വസ്തുത? എന്നിട്ട് പിന്നെ ഇവരെ മരിച്ചുപോയ ഔലിയാക്കന്മാരെ ഇനി നമുക്ക് ഹാജരാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം തനിച്ച അന്ധവിശ്വാസമാണ്. മഹാത്മാക്കൾ അവരുടെ റൂഹുകൾ മരണപ്പെട്ടതിന് ശേഷം ഭൂമിയിലേക്ക് വരാൻ കഴിയില്ല എന്നും അങ്ങനെ വരാനും ഹാജരാക്കാനും കഴിയുമെന്നും ഹാജരാവാനും കഴിയുമെന്നുമുള്ള വിശ്വാസം അന്ധവിശ്വാസമാണെന്നുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇതിനെ തീർത്തും നിരാകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജാസിയയുടെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, അം ഹസിബല്ലദീന ജിതറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ അവർ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തവരെ പോലെയാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ശരിയല്ല. സവാഅൻ മഹ്യാഹും വമമാതുഹും, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതവും മരണവും സമമാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. കണ്ടോ, അം ഹസിബല്ലദീന ജിതറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അവരുടെ മഹാത്മാക്കളുടെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ വർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതവും മരണവും സമമാകുന്നു. ഈ കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയയുടെ 21-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ മഹാത്മാക്കളായ ആളുകൾ സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തവരെ പോലെയല്ല. അവർ മരണപ്പെട്ടതിന് ശേഷവും ചില പ്രത്യേക സ്ഥിതിവിശേഷങ്ങളും ചില പ്രത്യേക കഴിവുകളും അവസ്ഥകളും അവർക്കുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്ത് നോക്ക് നിങ്ങൾ, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടവർ, ആ വഴിപ്പെട്ട ആളുകൾ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരോട് കൂടെയാണവർ. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അതേ മഹാത്മാക്കൾ എന്ന് നമ്മൾ പറയുന്ന ആ മഹത്തുക്കളായ ആളുകൾ അവരോട് കൂടെയാകുന്നു. വഹസുന ഉലൈക റഫീഖാ. അവരുടെ ആ പറഞ്ഞ വിഭാഗത്തിന്റെ സൗഹൃദവും ചങ്ങാത്തവും അത് വളരെ മെച്ചപ്പെട്ടതായിരിക്കുന്നു. അവർ നല്ല റഫീഖുകളാണ്, നല്ല ചങ്ങാതിമാരാകുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം, വഖദ് ദക്കർനാ അന്ന റഫീഖ ഹുവല്ലദീ യർതഫിഖു ബിഹി ഫിൽ ഹദരി വസ്സഫരി വഹസുന ഉലൈക റഫീഖാ. അവർ നല്ല ചങ്ങാതിമാരാണ്, കൂട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ആ റഫീഖിന്റെ അർത്ഥം എന്താണ്? അത് നമ്മുടെ കൂടെ ഉണ്ടാകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹുവല്ലദീ യർതഫിഖു ബിഹി ഫിൽ ഹദരി വസ്സഫരി. യാത്രയിലും യാത്ര അല്ലാത്തപ്പോഴുമൊക്കെ അവന്റെ കൂടെ ഉണ്ടാവുകയും അവനിക്ക് ആവശ്യമായ, അവനക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ എന്നാണ് ഈ റഫീഖിന്റെ അർത്ഥമെന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോ അല്ലാഹുവിന് വഴിപ്പെടുന്നവർ, റസൂലിന് വഴിപ്പെടുന്നവർ, ആ വഴിപ്പെടുന്ന വിഭാഗത്തിൽ വെച്ച് ഏറ്റവും അത്യുത്തമരാണ്
മഹാത്മാക്കൾ അല്ലെങ്കിൽ മഹത്തുക്കൾ, അമ്പിയാക്കൾ അല്ല, ഔലിയാക്കളെ നേതാവായ മഹാത്മാക്കൾ, അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ വളരെ മുൻപന്തിയിലെത്തിയ ആളുകൾ, അള്ളാഹു പറയുന്നത് ആ വിഭാഗം അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളോട് കൂടെയാണ്. ആ മഹാത്മാക്കൾ ഇവന്റെ കൂടെ യാത്രയിലും ഇവന്റെ യാത്ര അല്ലാത്ത സന്ദർഭത്തിലും എപ്പോഴും അവന്റെ കൂട്ടാളിയായി അവൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ബിദഅകളുടെ ആചാര്യനായ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹിൽ പറയുന്നത് നോക്ക് നിങ്ങൾ. അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, من يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഹാദിഹിൽ മഅയ്യത്തു സാബിഖത്തുൻ ഫിദ്ദുനിയാ. ഈ പറഞ്ഞ മഅയ്യത്ത്, അതായത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാത്മാക്കൾ, ആ മഹാത്മാക്കളോട് കൂടെയായിരിക്കും അള്ളാഹുവിന് വഴിപ്പെട്ടവൻ എന്ന് പറഞ്ഞല്ലോ. ഈ കൂടെയാവുക എന്നത് സാബിഖത്തുൻ ഫിദ്ദുനിയാ, അത് ദുനിയാവിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ദുനിയാവിൽ മാത്രമല്ല, വഫീ ദാരിൽ ബർസഖി, ബർസഖിയായ ജീവിതത്തിലുണ്ടാകും, അതായത് ഖബർ ജീവിതത്തിലുണ്ടാകും. വഫീ ദാരിൽ ജസാ, മാത്രമല്ല പാരത്രിക ലോകത്ത് പ്രതിഫല നാളായ ഖിയാമത്ത് നാളിലും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ അവൻ ആരെയാണോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ആളുകളോട് കൂടെയായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നാം ഇഷ്ടപ്പെടുന്ന ആളുകൾ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളുമാണെങ്കിൽ അവർ ദുനിയാവിലുണ്ടാകും, ആഖിറത്തിലുമുണ്ടാകും, എല്ലായിടത്തും നമ്മെ സഹായിക്കാൻ. അപ്പൊ മരണശേഷവും അവരുടെ കൂടെ അവരോടുള്ള സഹവാസവും അവരുടെ സഹായവും ലഭിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് റൂഹ്, ബിദഅകളുടെ ആചാര്യൻ, അദ്ദേഹം വരെ ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയതിനു ശേഷം പിന്നെ അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരിക എന്നത് അസംഭവ്യമാണ്, നടക്കാത്ത കാര്യമാണ്. മരിച്ചവരുടെ റൂഹ് ഭൂമിയിലേക്ക് എത്തുകയില്ല എന്ന് പറയുന്നത് ഷണ്ടത്തരമാണ്, വിവരമില്ലായ്മ കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. തന്റെ വിശ്വപ്രസിദ്ധമായ ഇംബാഉൽ അദ്കിയാഇ ബിഹയാത്തിൽ അംബിയാ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം പ്രവാചകന്മാരുടെ ജീവിതം, ആ ജീവിതത്തെ വിശദീകരിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥം. ഇമാം ഹാഫിദ് സുയൂത്തി ആ ഗ്രന്ഥത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു. മഹാത്മാക്കളായ അമ്പിയാക്കളുടെ ആത്മാവുകൾ, മഹത്തുക്കളുടെ ആത്മാവുകൾ അത് ഭൂമി ലോകത്തേക്ക് വരും, സഹായിക്കാൻ കഴിയും, ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ഒട്ടേറെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഈ കാര്യം പറയുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ തന്റെ വിശ്വപ്രസിദ്ധ താൻ പറയുന്നതായി ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ പറയുന്നു. കണ്ടോ, മഹാത്മാക്കളെ കുറിച്ച് പറയുകയാണ്. മഹാത്മാക്കൾ ഹത്താ ഇന്നഹും വഹും ഫീ യഖ്ലതിഹിം, അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ പ്രിയക്കാരായി മാറിയ ആളുകൾ, കണ്ടോ, ജീവിതത്തിൽ തന്നെ മരിച്ചതിനു ശേഷമല്ല, ഉറക്കത്തിലല്ല, വഹും ഫീ യഖ്ലതിഹിം, അവരുടെ ഉണർച്ചയിൽ യുശാഹിദൂനൽ മലായികത, മലക്കുകളെ അവർക്ക് കാണാൻ കഴിയുന്നു. വഅർവാഹൽ അംബിയാ, അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ ആത്മാവുകളെയും കാണാൻ കഴിയും. വയസ്മഊന മിൻഹും അസ്വാതൻ, മാത്രമല്ല ആ അംബിയാക്കളുടെ ശബ്ദം അർവാഹികളിൽ നിന്ന്, ആത്മാവുകളിൽ നിന്ന് അവരുടെ ശബ്ദം കേൾക്കാനും കഴിയും. നോക്കൂ നിങ്ങൾ, മഹാത്മാക്കളായ ആളുകളെ ഭൂമി ലോകത്ത് വെച്ച് കാണാനും അവരുമായി സംവദിക്കാനും, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹത്തുക്കളുടെയും ആ ആത്മാവുകളെ ഭൂമി ലോകത്ത് വെച്ച് കാണാനും അവരുമായി സംവദിക്കുവാനും സംസാരിക്കുവാനും കഴിയുമെന്ന് മഹാത്മാക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു.
ഒട്ടേറെ ഉദ്ധരണികൾ ഇമാമുകൾ പറയുന്നു ദഹബത്തി സൂഫിയത്തു ഇലാ അന്നഹു ഇദാ ഹസല ലിൽ ഇൻസാനി തഹാറത്തുൻ നഫ്സി ഫീ തസ്കിയത്തിൽ ഖൽബി വഖത്ഉൽ അലായിഖി വഹസ്മി മവാദി അസ്ബാബി ദുനിയാ മിനൽ ജാഹി വൽ മാലി വൽ ഖുൽതത്തി ബിൽ ജിൻസി വൽ ഇഖ്ബാലി അലാ അല്ലാഹി തആല ബിൽ കുല്ലിയത്തി ഇൽമൻ ദായിമൻ വഅമലൻ മുസ്തഫിറൻ മുസ്തമിറൻ. ഒരു മനുഷ്യൻ ആത്മവിശുദ്ധി കൈവരിച്ചുകൊണ്ട് ഭൗതികമായ എല്ലാ ബന്ധങ്ങളും പരിത്യജിച്ച് അല്ലാഹുവിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അല്ലാഹുവിലേക്ക് അവൻ മുന്നിട്ടിരുന്നവനായാൽ കുശിഫത്ത് ലഹുൽ ഖുലൂബു, അവന്റെ ഹൃദയങ്ങൾ, ആ അത്തരക്കാരുടെ ഹൃദയങ്ങൾ തുറവടിയാകുന്നു. മാത്രമല്ല അവൻ വറഅൽ മലായികത, മലക്കുകളെ നേർക്ക് നേരെ കാണാൻ കഴിയും. വസമിഅ അഖ്വാലഹും, അവരുടെ മലക്കുകളെ സംസാരം കേൾക്കാൻ കഴിയും. വത്തലഅ അലാ അർവാഹിൽ അംബിയാഇ വസമിഅ കലാമഹും, അമ്പിയാക്കൾ പ്രവാചകന്മാർ അവരുടെ ആത്മാവുകളെ അറിയാനും അവരുടെ സംസാരം കേൾക്കാനും കഴിയും. മഹാത്മാക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഇമാം സുയൂത്തി പറയുന്നു വറുയത്തുൽ അംബിയാഇ വൽ മലായികത്തി, അമ്പിയാക്കന്മാരെ കാണലും വൽ മലായികത്തി, മലക്കുകളെ കാണലും വസമാഉ കലാമിഹിം, അവരുടെ സംസാരം കേൾക്കലും മുംകിനുൽ ലിൽ മുഅ്മിനി കറാമത്തുൻ കറാമത്തുൻ, മുഅ്മിനായ മനുഷ്യന് അതിന് കഴിയും. അത് കറാമത്തൻ, അവനിക്കുള്ള കറാമത്തായി അല്ലാഹു നൽകുന്നതാകുന്നു. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാത്മാക്കളെ നേരിട്ട് കാണാൻ മരണപ്പെട്ടതിനു ശേഷം ഭൂമി ലോകത്തേക്ക് വരികയും അങ്ങനെ അവരെ കാണുകയും ചെയ്യുക എന്നത് അസംഭവ്യമായ കാര്യമല്ല, നടക്കുന്ന സംഭവം തന്നെയാണ്, നടന്നിട്ടുള്ളതാണ്. നൂറുകണക്കിന് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ് സത്യം. ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു തൈമിയുടെ ശിഷ്യനാണ്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായയുടെ 9ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ച ഒരു സംഭവം കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം, തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലുണ്ടായ സംഭവം. ആരാണ് ഉദ്ധരിക്കുന്നത്? ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ആ കാലഘട്ടത്തിൽ കണ്ടോ, അദ്ദേഹം പറയുകയാണ്, തന്റെ സനദ് സഹിതം ഉമൈർ ഇബ്നു ഹബീബ് സുലമി എന്ന് പറയുന്ന ഒരു മഹാത്മാവിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ്. ഉമൈർ ഇബ്നു ഹബീബ് സുലമി പറയുന്നു, ഖാല ഉസിർതു അന വസമാനിയത്തുൻ ഫീ സമനി ബനി ഉമയ്യ. അദ്ദേഹം താബിഈയാണ്, അല്ലെങ്കിൽ തബഉ താബിഈകളിൽപ്പെട്ടവരാണ്. ബനു ഉമയ്യത്തിന്റെ കാലഘട്ടത്തിൽ ഞാൻ അടക്കമുള്ള 8 പേരെ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് ഞങ്ങളെ പിടിച്ച് ബന്ദിയാക്കി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ റോമക്കാര് ഞാൻ ഉൾപ്പെടുന്ന 8 പേരെ പിടിച്ച് ബന്ദിയാക്കി അറസ്റ്റ് ചെയ്തു. അമറ മലിക്കുൽ റൂമി ബിളർബി റിഖാബിനാ, ആ റോമൻ സാമ്രാജ്യത്തിന്റെ അവിടുത്തെ രാജാവ് കൽപ്പിച്ചു ഞങ്ങളുടെ 8 ആളുടെയും പിരടി വെട്ടാൻ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്, അതുകൊണ്ട് ഞങ്ങളെ പിരടി വെട്ടണം എന്ന് പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചു. ഫഖുതില അസ്ഹാബി, എന്റെ കൂടെയുള്ള 7 പേരുടെയും പിരടി വെട്ടി അവരെ കൊലപ്പെടുത്തി. അങ്ങനെ രാജാവിന്റെ ആ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ എന്നെ കണ്ടപ്പോ എന്നോട് അയാൾക്ക് പ്രത്യേകം മമത തോന്നി. അങ്ങനെ മമത തോന്നിയിട്ട് അയാൾ പറഞ്ഞു, ഇയാളെ കൊല്ലണ്ട, ഇയാളെ നമ്മൾ ആ വധത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താം എന്ന് പറഞ്ഞ് 8 ആളിൽ നിന്ന് എന്നെ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കി 7 പേരെയും കൊല നടത്തി. ഹാഫിദ് ഇബ്നു കസീർ ചരിത്ര സംഭവം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ എന്നെ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കിക്കൊണ്ട് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ ഉദ്യോഗസ്ഥൻ അവിടുത്തെ VIP ആയ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം വീടൊക്കെ എനിക്ക് കാണിച്ചു തന്നു. വീട്ടിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ മകളായിട്ട് വളരെ സുന്ദരിയായ ഒരു മകളുണ്ട്. ആ മകളെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. എന്നോട് കാണിച്ചു തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് ഇതാ ഈ കാണുന്ന വലിയ വീട്, പിന്നെ അതിന്റെ പുറമെ ഞാൻ വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒട്ടേറെ ഭൗതികമായ സുഖാനുഭൂതികൾ, ഭൗതികമായ സമ്പത്ത് എനിക്കുണ്ട്. അതിന്റെ എല്ലാം പകുതി നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ പോവുകയാണ്. ഈ സുന്ദരിയായ മകളെ നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്.
അത് രണ്ടും അത് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്റെ സമ്പത്തിന്റെ അർദ്ധഭാഗവും നിനക്ക് നൽകും. എന്റെ മകളെയും നിനക്ക് ഞാൻ നൽകുകയാണ്. അതോടുകൂടി നീ ഞങ്ങളുടെ മതത്തിലേക്ക് വരിക കൂടി വേണം എന്ന് ഈ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുകയാണ്. മഹാനായ ഉമൈർ ബിൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅബൈതു, ഞാൻ വിസമ്മതിച്ചു, ഞാനത് തയ്യാറല്ല. നിങ്ങളുടെ മതത്തിലേക്ക് ഞാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് സമ്മതിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ മതത്തിലേക്ക്, ഇസ്ലാം മതം വിട്ടുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ അറുത്തു മുറിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? എന്നെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു റൂം, ആ റൂമിലേക്ക് എന്നെ അങ്ങ് ആക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളെയും ആ റൂമിലേക്ക് ആക്കി. അദ്ദേഹം വാതിൽ ഉള്ളിൽ നിന്ന്, ആ മകൾ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിടുകയാണ്. ആ വാതിൽ അടച്ച് വളരെ ഭദ്രമാക്കി. അങ്ങനെ ആ പെൺകുട്ടി അവൾ എല്ലാവിധ സൗന്ദര്യത്തോടെയും എന്റെ മുമ്പിൽ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് എന്നെ അവളിലേക്ക് ആകർഷിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവൾ എന്ത് സൗന്ദര്യ പ്രദർശനം നടത്തിയിട്ടും ഞാൻ അവൾക്ക് വഴിപ്പെട്ടു കൊടുത്തില്ല. ഞാൻ അവൾ പറയുന്നതിൽ യാതൊന്നു പോലും അല്പം പോലും ചിന്തിക്കാതെ ഞാൻ അല്ലാഹുവിനെ പേടിച്ച് എന്റെ നിമിഷങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ അവിടെ ഇങ്ങനെ കഴിയുകയാണ്. അവസാനം അവളുടെ എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചു, എന്തേ നീ ഞാനുമായി ബന്ധപ്പെടുന്നതിനും ലൈംഗികമായി ബന്ധപ്പെടുന്നതിനും എന്നെ വിവാഹം കഴിക്കുന്നതിനും നിനക്കുള്ള തടസ്സം എന്താണ് എന്ന് ആ പെൺകുട്ടി എന്നോട് ചോദിച്ചപ്പോ ഞാൻ അവളോട് പറഞ്ഞു, എന്റെ ദീൻ അതിന് തടസ്സമാണ്. മതപരമായി എന്റെ മതം നിങ്ങളുടെ മതത്തിൽ അംഗമാകുന്നതിന് എന്നോട് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നെ ഇസ്ലാം അതിന് വിലക്കുന്നു. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്റെ മതത്തെ കൈയൊഴിയുക എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല, ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനെ പേടിച്ച് വല്ലാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ആ മനുഷ്യൻ സധൈര്യം തന്റെ ആ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ഉദ്ദേശം ഉറക്കെ പറഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, ഇയാളെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല, ഇയാളെ വിവാഹം കഴിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. ഈ മനുഷ്യൻ തന്റെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു, അതുകൊണ്ട് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ഇയാളുടെ സ്വഭാവത്തിൽ നിന്ന് ഉറച്ചത് കൊണ്ട് ആ പെൺകുട്ടി തീരുമാനിച്ചു. അതുകൊണ്ട് ഇയാളെ പാട്ടിന് വിടുകയാണ് നല്ലത് എന്ന് പെൺകുട്ടി ചിന്തിച്ചുകൊണ്ട് തീരുമാനിച്ചു. അവൾ പറഞ്ഞു, അവൾ ചോദിച്ചു, നിങ്ങളെ ഇവിടെ വെച്ചിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? അദ്ദേഹം പറഞ്ഞു, ഉമൈർ ബിൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു, നാട്ടിലേക്ക് എനിക്ക് പോകണം, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എനിക്ക് കല്യാണവും വേണ്ട, എന്റെ ഇസ്ലാം മതം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമൈർ ബിൻ ഹബീബ് സുലമി തന്റെ ധീരോദാത്തമായ വിശ്വാസദാർഢ്യത വെളിപ്പെടുത്തിയപ്പോ ആ പെൺകുട്ടി തീരുമാനിച്ചു, ഇനി ഇയാളെ പിരിച്ചുവിടുക തന്നെ, ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ പെൺകുട്ടിക്ക് ഇയാളോട് ഉമൈർ ബിൻ ഹബീബ് സുലമിയോട് സഹതാപം തോന്നി. എന്നിട്ട് പറഞ്ഞു, എന്ന ഒരു കാര്യം, നിങ്ങളെ ഞാൻ ഇതാ പുറത്തേക്ക് വിടുകയാണ്. നിങ്ങൾ ഈ കാണുന്ന നക്ഷത്രം, രാത്രിയിൽ ഈ നക്ഷത്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോയാൽ മതി, അതാണ് നിങ്ങളെ നാട്ടിലേക്കുള്ള വഴി. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? നിങ്ങൾ രാത്രി മാത്രമേ യാത്ര ചെയ്യാവൂ, പകൽ നിങ്ങൾ ഒളിഞ്ഞിരിക്കണം. കാരണം എന്റെ ബാപ്പ ആളുകളെ വിടും, എന്റെ ബാപ്പ ആളുകളെ, പട്ടാളക്കാരെ വിട്ട് നിങ്ങളെ തെരഞ്ഞു പിടിക്കും. അതുകൊണ്ട് പകൽ സമയത്ത് നിങ്ങൾ ഒളിച്ചിരുന്ന് യാത്ര ചെയ്യരുത്, ഒളിച്ചിരിക്കണം. രാത്രി സമയത്ത് യാത്ര പോവുകയും ചെയ്യൂ, നടന്നോളൂ, എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ വളരെ സന്തുഷ്ടനായി ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു ആ റൂമിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആല മഹാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. രാത്രി ഞാൻ നടക്കും, പകൽ ഞാൻ ഒളിഞ്ഞിരിക്കും.
മഹാൻ പറയുന്നു, നാലാമത്തെ ദിവസം ഞാനങ്ങനെ നടക്കുകയാണ്. രാത്രി സമയത്ത് ഞാനിങ്ങനെ നടക്കുന്നു, പകൽ സമയത്ത് ഞാൻ ഒളിച്ചിരിക്കും. അങ്ങനെ നാലാമത്തെ ദിവസം ഞാനങ്ങനെ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പകൽ സമയത്ത് ഒളിച്ചിരിക്കുമ്പോൾ ശക്തമായ ഭയങ്കരമായ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ആ രാജാവിന്റെ പട്ടാളക്കാർ എന്നെ തെരഞ്ഞു വരികയാണ്, എന്നെ പിടിക്കാൻ വരികയാണ്. അതുകൊണ്ട് എന്റെ കാര്യം അവസാനിച്ചു എന്ന് ഞാൻ മനസ്സിൽ കരുതി. അത്രയ്ക്ക് വലിയ ശക്തിയിലാണ് അവൻ വരുന്നത്. അടുത്തെത്തി ഞാൻ നോക്കിയപ്പോൾ ഇത് പട്ടാളക്കാരല്ല. എന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബന്ദിയാക്കപ്പെട്ട 7 പേർ കൊല്ലപ്പെട്ടല്ലോ. ആ കൊല്ലപ്പെട്ട ഷഹീദായ 7 ആളുകളാണ് ഈ കുതിര പുറത്തുവരുന്നത്. മാത്രമല്ല അവരുടെ വേറെയും കുറെ ആളുകൾ നല്ല വെളുത്ത കുതിര പുറത്തുകൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോ എന്റെ കൂടെ കൊല്ലപ്പെട്ട 7 ആളും വേറെ ആളുകളാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അവരിങ്ങനെ അടിയെത്തിയപ്പോ അവരെന്നോട് പറഞ്ഞു, അവർ ചോദിച്ചു, ഉമൈറല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഉമൈർ തന്നെയാണ്. ഉമൈർ ഇബ്നു ഹബീബ് തന്നെയാണ് ഞാൻ അല്പം ചോദിച്ചു. ഞാൻ അവരോട് അല്ല, അപ്പൊ നിങ്ങളല്ലേ കൊല്ലപ്പെട്ടത്? റോമക്കാര് പിടിച്ച് നിങ്ങളെ ബന്ദിയാക്കി അറസ്റ്റ് ചെയ്ത് നിങ്ങളെ കൊല ചെയ്യപ്പെട്ടവരല്ലേ? പിന്നെ എങ്ങനെ ഇവിടെ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ കൊല്ലപ്പെട്ട ആളുകളാണ്. കഴിഞ്ഞ കൂടെ കൊല്ല ചെയ്യപ്പെട്ട 7 ആളുകളാണ് ഞങ്ങളെ. പടച്ച തമ്പുരാൻ ഇന്നത്തെ ദിവസം ഏതാണെന്നറിയാമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഷഹീദായ മരണപ്പെട്ട ദിവസമാണ് ഇന്ന്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരണ ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളായ ആളുകൾക്കൊക്കെ പുറത്തേക്ക് പോകാനുള്ള അല്ലാഹുവിന്റെ ജനാസ സംസ്കരണ പ്രക്രിയയിൽ പങ്കെടുക്കാനെത്തിയവരാണ് ഞങ്ങൾ. അവിടെ ജനാസ നിസ്കാരം കഴിഞ്ഞ് ആ മറമാടൽ കഴിഞ്ഞ് അവിടെ കർമ്മങ്ങളുടെ ഭാഗഭാഗമായി അവിടെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങളൊരു കൂട്ടുകാരൻ ഒളിക്കുന്നില്ല. വിവരം നിങ്ങളൊന്ന് കണ്ടു പോകാം എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞ സന്തുഷ്ടനായി. നോക്കണം നിങ്ങൾ, ആരാണ് വരുന്നത്? ഏതാനും ദിവസം മുമ്പ് കൊല്ലപ്പെട്ട ശുഹദാക്കളായ ആളുകൾ അവർ വരികയാണ്. ആ നല്ല കുതിരപ്പുറത്ത് സുന്ദരന്മാരായി വന്ന് അവർ ഹബീബ് സുലമിയെ സാന്ത്വനപ്പെടുത്തുകയാണ്. അങ്ങനെ ഉമൈർ ഇബ്നു അബീ സുലമി പറയുന്നു, എന്റെ കൂട്ടുകാരായ ശുഹദാക്കളായി വന്ന അവരിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഉമൈറിന്റെ കാണട്ടെ. കൂട്ടുകാരായ എന്നതുപോലെ ആ വന്നവരിൽ ചിലർ പറഞ്ഞു, കൈ കാട്ടു. അപ്പൊ ഉമർ പറഞ്ഞു, ഞാൻ കൈ കൊടുത്തു. അങ്ങനെ എന്റെ കൈ കൊടുത്തപ്പോ അദ്ദേഹം എന്റെ കൈ കഴിച്ചുകൊണ്ട് അതാ എന്നെ അവരെ വാഹനത്ത് കയറ്റുകയാണ്. വാഹനത്തിന്റെ പുറകിൽ കയറ്റുകയാണ്. അങ്ങനെ ഞങ്ങൾ അല്പസമയം അങ്ങനെ നടന്നു. ഒരു കുറച്ച് സമയം അങ്ങനെ നടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ പിന്നെ എന്റെ കൈ പിടിച്ചയാള് എന്നെ ഒരു തട്ട്, ഒരൊറ്റ ഏറ്
ആ എറിഞ്ഞപ്പോൾ ഒരു നിമിഷം എന്തുണ്ടായിരുന്നു ഒരൊറ്റ അപ്പോഴോ ഞാൻ വീണത് എന്റെ വീട്ടിന്റെ അടുത്തായിരുന്നു. എന്നെ ഈ ശുഹദാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ച് നമ്മളിങ്ങനെ നടക്കുക. എന്റെ കയ്യിൽ പിടിച്ച് ഒരൊറ്റ തട്ട് ഒന്നുകൂടെ തട്ടി ഒരു നിമിഷം ഞാൻ വീണത് എന്റെ വീട്ടിന്റെ ഉമ്മരത്ത് എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ. എന്നാ എങ്ങനെയാണത് വീണത്? എങ്ങനെയെങ്കിലും തല മറിഞ്ഞ് തല വയറ് കഷ്ണിച്ച് കയ്യും കാലും പൊട്ടി തകരി അങ്ങനെ ഒന്നുമല്ല. മിൻ ഒരു വിഷമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്റെ വീട്ടിന്റെ അരികിലായിരുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ടായതായില്ല. സംഭവം 9ാമത്തെ വാല്യം 260 പേജിൽ രേഖപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ ദുർബലമായ അസ്വീകാര്യമായ ഈ റിപ്പോർട്ടുകൾ ഞാൻ ഉൾക്കൊള്ളിക്കുകയില്ല. ശപഥം ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് അവരാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഞാൻ പറയുന്നത് മരണമഹാത്മാക്കൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ ലോകത്തേക്ക് വരും. ആവശ്യമായ സൗകര്യങ്ങൾ, ആവശ്യമായ സഹായങ്ങൾ അതൊക്കെ അവർ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് മികച്ച ഉദാഹരണമാണിത്. ഇതുപോലെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പറയാനുണ്ട്. എല്ലാം പറയാനില്ലാത്തത് കൊണ്ട് ഒരൊറ്റ സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ വിളിക്കുന്നത് പ്രാമാണികമായ ഒരു തെറ്റല്ല എന്നാണ് വെച്ചത്. എന്നാൽ നമ്മൾ വിളിക്കുന്നത് വിളിക്കും. ആ വിളിക്കേണ്ട രൂപഭാവം എങ്ങനെയാണ്? അത് ജീലാനിയുടെ മഹത്വം പറയുന്ന തന്നെ പറഞ്ഞതാണ്. എന്റെ പേര് വിളിക്കണം. എങ്ങനെയെങ്കിലും വിളിച്ചാൽ പോരാ. എങ്ങനെ വേണം? അവന്റെ ആ ഹല്ലിലായിട്ട് വിളിക്കണം. ഹൽവ് പറഞ്ഞാൽ എന്താണ്? അവന്റെ മനസ്സാന്നിധ്യത്തോടെ വിളിക്കണം. എങ്ങോട്ടെങ്കിലും ചിന്തിക്കുക, വേറെ പാട്ട് എലി പാട്ട് നോക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ പോരാ. ശ്രദ്ധയോടെ വിളിക്കണം എന്നാണ്. പക്ഷേ ഇതിനെ ഈ പറഞ്ഞ വരിയെ ഒച്ചാക്കി മൗലവി പറയുന്നു എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറയാണ് ഇത് ഒഴിഞ്ഞ സ്ഥലം എന്നാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് അയാൾ പറയട്ടെ. അപ്പൊ എന്താക്കി മുസ്ലിയാക്കന്മാര് ഓരോരുത്തരും ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വിളക്കം തോന്നും, അല്ലെങ്കിൽ ലൈറ്റ് അങ്ങോട്ട് ഓഫാക്കും. ഇരുട്ടായാൽ പിന്നെ ഓരോരുത്തരും ഒറ്റക്കായല്ലോ. കടപ്പുറത്ത് മലശോധനയ്ക്ക് ഇരിക്കുന്നവര് നമ്മളെ കണ്ടാ കണ്ണമിടിച്ചു പോകും. ഇപ്പൊ ഒന്നങ്ങനെ കാണണില്ല. മുമ്പ് പരപ്പനങ്ങാടിയും കോഴിക്കോടൊക്കെ പോയാൽ കാണാം. അവിടത്തും വെളിവാക്കിയിട്ട് പച്ചക്കിരുന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് കാണാം. അവർ കണ്ണീമ്പേന്റെ പിന്നെ അവരൊറ്റക്കായല്ലോ. പിന്നെ അവരാരെയും കാണൂല, നമ്മളല്ലേ കാണുള്ളൂ. നമ്മളും കണ്ണീമ്പി തിരിച്ചിങ്ങ് പോരും. അപ്പൊ പണ്ട് പരപ്പനങ്ങാടി, കോഴിക്കോടൊക്കെ കടപ്പുറത്തൊക്കെ ആൾക്കാര് മലശോധനയ്ക്ക് നിൽക്കുന്ന അവസ്ഥ കടപ്പുറത്തുകാരെ പരിഹരിച്ചുകൊണ്ട് പറയാം. പരപ്പനങ്ങാടി കോഴിക്കോട് മലശോധനയ്ക്ക് കടപ്പുറത്തിങ്ങനെ എന്ന് പറഞ്ഞു നമ്മളെ വകയല്ല, അയാളെ മൗലവിയുടെ വകയാണ്. ആ ഒരു കടപ്പുറത്തുള്ള ആളുകൾ മുഴുവനും കൊച്ചാക്കുന്ന പ്രയോഗം സ്ഥലത്ത് വെച്ച് വിളിക്കണം എന്നാണ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കൂടിയ സഭയിൽ വെച്ചാണ് ആയിരം വിളിക്കാറുള്ളത്. അപ്പൊ പിന്നെ ഒഴിഞ്ഞാവാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ഓരോരുത്തരും കണ്ണടി ചിമ്മുകയാണ്. കണ്ണടി ചിമ്മിയാ പിന്നെ സമാധാനമല്ല. മറ്റൊരാളെ കാണില്ലല്ലോ അയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ മനസ്സിലാക്കിയത് ഹൽവത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മനസ്സിലാക്കിയ അതോടെ രംഗത്ത്
ഖൽവത്ത് പറഞ്ഞാൽ അതല്ല, ഒഴിഞ്ഞ എന്നതല്ല അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെന്താണ്? അവൻ മാനസികമായ ഒരു ഖൽവത്ത്, മനസ്സിന് വേറൊന്നുമില്ലാതെ മനസ്സാന്നിധ്യത്തോടും. അപ്പൊ അതിന്റെ ഭാഗമാണ് നമ്മൾ ലൈറ്റ് ഓഫാക്കുന്നത്. അല്ലാതെ എന്നതുകൊണ്ട് അങ്ങനെയാണ് വിളക്ക് വെളിച്ചമുണ്ടാകുമ്പോ നമ്മുടെ പല ഭാഗത്തേക്കും പോകും. വെളിച്ചം എടുത്തിയാൽ ഓഫ് ചെയ്താൽ പിന്നെ അധികം ശ്രദ്ധ പോകൂല. നല്ല ശ്രദ്ധ സുഖമായി പിന്നെ എവിടേക്കും പോകാതെ അങ്ങനെ പോകുന്ന ആളുകൾ സുഖനിദ്രയിലാണ്ടും അങ്ങനത്തെ ഈ പറയുന്നത് മനസ്സാന്നിധ്യം ഉണ്ടാവുക. അതാണ് വിവക്ഷിക്കുന്നത്. ഏതായാലും ഇങ്ങനെ വിളിച്ച് മുഹ്യിദ്ദീൻ ശൈഖ് എന്ന മഹാത്മാവിനെ വിളിച്ചാൽ അവൻ ഉത്തരം ചെയ്യാൻ കഴിയും. അതെന്താ ഉത്തരം ചെയ്യാൻ കഴിയുന്നത്? അല്ലാഹു അവർക്ക് നൽകുന്ന കറാമത്ത് കൊണ്ടാണ്. കറാമത്ത് എന്ന് പറയുന്ന കഴിവുകൾ മഹാന്മാർക്ക് നൽകും. ഏതുപോലെ അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന മുഅ്ജിസത്ത് എന്ന കഴിവുകളെ പോലെ അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് നൽകാറുണ്ട്. കറാമത്ത് എന്ന് പറയുന്ന കഴിവുകൾ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകാറുണ്ട്. എന്നാൽ ഈ രണ്ട് കഴിവിനെയും നമ്മുടെ രാജ്യത്തെ ചർച്ചയാക്കുകയാണ്. എന്താ അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ഇങ്ങനെ അവരായ ശ്രേഷ്ഠപ്രകാരം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവായി കറാമത്ത് ഇല്ല. പിന്നെ ആ കറാമത്തൊന്നും അല്ലാഹു അവർക്ക് നൽകുന്ന ഒരു കഴിവല്ല. മുജാഹിദ് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ വിഷയം പറയട്ടെ. വലിയ തെറ്റായ വിശ്വാസം അത്. അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് എന്ന കഴിവ് കൊണ്ടും ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത കറാമത്ത് എന്ന കഴിവ് കൊണ്ടുമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് രണ്ടും തെറ്റാ. മുഅ്ജിസത്ത് അമ്പിയാഇന് അല്ലാഹു കൊടുക്കുന്ന കഴിവല്ല, കറാമത്ത് ഔലിയാഇന് അല്ലാഹു കൊടുക്കുന്ന കഴിവല്ല. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന കഴിവല്ല, കറാമത്ത് ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന കഴിവല്ല. ഇയാളെ യോഗം കേട്ടാൽ തോന്നിപ്പോവുക ഇതൊന്നും അല്ലാഹു നൽകുന്ന കഴിവല്ല, പിന്നെ നമ്പിയൊരു കൊടുക്കുന്ന കഴിവാണ്, തോന്നലാണ്, സംസാരിക്കുന്നത്. അത് ശരിയല്ല. മുഅ്ജിസത്ത് കറാമത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് നൽകും. അങ്ങനെ നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കഴിവുകളാണത്. അവരുടെ സ്വതന്ത്രമായ കഴിവുകളല്ല. അമ്പിയാക്കളോ ഔലിയാക്കളോ സ്വതന്ത്രമായ കഴിവുകളല്ല. മറിച്ച് മഹാന്മാരായ ഔലിയാക്കൾക്കും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി എന്ന കാരണത്തിനാൽ അല്ലാഹു നൽകുന്ന കഴിവുകളും വിശേഷങ്ങളുമാണത്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയില്ലേ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നതായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്താ ഈസാ നബി ഞാൻ ഇസ്രായേലിലുള്ള പ്രവാചകനായിട്ടാണ് അല്ലാഹുവിന്റെ നിയുക്തനായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, റബ്ബിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷിതാവിനുള്ള വലിയ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈസാ നബി പറയുന്നതായി അല്ലാഹു പഠിപ്പിക്കുന്നു. ഞാൻ എന്തിനെയും കളിമണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഞാൻ രൂപപ്പെടുത്തും. എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അത് പറക്കുന്ന ഒരു പക്ഷിയായി തീരും. ഈ കഴിവ് ഇത് ഞാൻ ചെയ്യുമെന്നാണ് ഈസാ നബി അലൈഹി വസല്ലം പറയുന്നത്. ഈസാ നബിയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഈസാ നബി പ്രഖ്യാപിക്കുകയാണ്. അതന്നല്ലേ ഔലിയാക്കളായ ആളുകളുടെ കറാമത്ത് കാണുന്നത്. കോഴിയിലെ മുള്ളോട് പൂകെന്ന് ചൊല്ലാതെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോ. കാണാം കോഴിയുടെ അവശമായ മുള്ളുകളുണ്ട്. ആ കോഴിയുടെ അവശമുണ്ട്. അതിനോട് പറക്കാൻ പറയുമ്പോ കോഴിയുടെ മുള്ളോട് പൂകെന്ന് ചൊല്ലാതെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോ. തന്റെ കറാമത്തായി പറഞ്ഞാൽ
ആ വെള്ളപ്പാണ്ട് രോഗം ചികിത്സയില്ലാത്ത കാലഘട്ടം ആ രോഗികളെ ഞാൻ സുഖപ്പെടുത്തും. ആരാ പറയുന്നത്? ഈസാ നബി പറയുന്നു മാത്രം നോക്ക് നിങ്ങൾ, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ഈസാ നബി പറയുന്നു മരണവരെ ജീവിക്കുക എന്നത് ആരുടെ കഴിവാണ്? അല്ലാഹുവിന്റെ കഴിവാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ആദ്യം പടച്ചതാരാണോ ഒരു ജീവിയെ അവൻ റൂഹ് നൽകുന്നത്, പുനർജീവനം നൽകുന്നത്, അതിന് ജീവൻ നൽകുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ അതേ ഖുർആൻ തന്നെയാണ് ഇവിടെ പറയുന്നത് മരിച്ചവരെ ജീവിക്കുക എന്ന വിശേഷണം ആർക്കുണ്ട്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട്. അതാ പറഞ്ഞു മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അല്ലാഹു നൽകുന്ന കഴിവില്ലാതെ ഒന്നും നടക്കില്ല. ആ കഴിവ് കൊണ്ട് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ഇത് മുഅ്ജിസത്താകുന്നു. ഖുർആൻ പഠിപ്പിക്കുന്നു. നമുക്കറിയില്ല ശവമായ വസ്തുവിനെ ജീവിപ്പിക്കുന്നു. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. മുജാഹിദ് പറയുന്നത് അങ്ങനെ നൽകുന്നില്ല. നൽകുമെന്ന് ഖുർആൻ പറയുന്നു. കാരണം അല്ലാഹു ജീവിപ്പിക്കുമെന്നല്ല ഈസാ നബി പറയുന്നത്. ഞാൻ ജീവിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് എനിക്ക് ഞാൻ ചെയ്യുന്ന കർമ്മമാകുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ മൗലവി പറയുന്നത് മഹാത്മാവ് കഴിവ് നൽകില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്, അജ്ഞതയാണ്. അറിയാകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞില്ല. ഈസാ നബി പറയുന്നു ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. ബിമാ തഅകുലൂൻ, നിങ്ങൾ തിന്നുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരും. നിങ്ങളെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അത് ഞാൻ ഇവിടെ പറഞ്ഞു തരും. അദൃശ്യമറിയുക എന്നത് അല്ലാഹുവിന്റെ കഴിവാണെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആലിമുൽ ഗൈബി വശഹാദ, അല്ലാഹുവാണ് എല്ലാ ദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നവൻ. അദൃശ്യമറിയുകയാൽ അല്ലാഹുവിന്റെ കഴിവാണ്. പക്ഷേ ആ കഴിവ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഞാനിതാ നിങ്ങളോട് പോകുന്നു. പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ തിന്നതെന്താണ്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്തൊക്കെ, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ശലഭങ്ങളിൽ, നിങ്ങളുടെ അലമാരികളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അദൃശ്യം അറിയാൻ കഴിയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു എനിക്ക് ആ കഴിവുണ്ട്. അല്ലാഹു എനിക്കത് നൽകിയിട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞു തരുന്നു. അതാ നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖിന്റെ കറാമത്തായി വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ നൽകാമെന്നോ. ഉള്ളിലുള്ള വസ്തുക്കൾ, വെളുപ്പിയിലുള്ള വസ്തുക്കൾ, വസ്തുക്കൾ അത് പുറത്തിന് എങ്ങനെ കാണാൻ കഴിയുമോ അതുപോലെ നിങ്ങളുടെ ഹൃദയന്മാരാകുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. പറയുന്നു കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാൻ പറഞ്ഞു ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ അലമാരകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിലുള്ള വസ്തുക്കൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈസാ നബി ഈ ആയത്തിൽ നമ്മൾ ഇങ്ങനെ പാടിയ വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ
നിങ്ങളെ വയറ്റിങ്ങനെ ഉപ്പിന്റെ ഉള്ളിലുള്ളത് പോലെ കാണാൻ കഴിയും എന്നാണ് നമുക്ക് പാടാനുള്ള വരികളതാണ്. ഞാൻ പറയുന്നത് പരിശുദ്ധാൻ ഇത് പഠിപ്പിക്കുന്നു. ഇതൊക്കെ അല്ലാഹു നൽകുന്നു. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രഖ്യാപിക്കുകയാണ്. ഈ കഴിവ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ സ്ഥാനത്ത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലേക്ക് എന്ത് കൊണ്ടുവന്നോളൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം. വീടുകളിൽ ഞാൻ പറയാം. നിങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ മരിച്ച ഞാൻ ജീവിപ്പിച്ചു തരാം. ഞാനൊരു പക്ഷിയെ രൂപമുണ്ടാക്കി പറപ്പിച്ചു തരാം എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഒരു തന്റെ പ്രബോധിത സമൂഹത്തെ എതിരാളികളായ കക്ഷി വന്ന് പറയാണ് എന്ന് പറയുമ്പോ മൂപ്പരല്ല എന്നൊക്കെ പറഞ്ഞ് സമയം കൊള്ളേണ്ടി വരും. അതേ ധൈര്യസമയത്ത് പറയണമെങ്കിൽ ആ കഴിവ് നൽകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചെയ്യുന്നത്. എതിരാളികൾ വരും. എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു അലമാരി, ആ അലമാരിന്റെ ഉള്ളിൽ ഞാനൊരു ചെറിയ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഞാൻ കടലാസിൽ പൊതിഞ്ഞ ഒരു സാധനം വെച്ചു. അതെന്താണ് പറയാം. അത് എത്രയാണ് പറയണം എന്ന് ഇയാൾ ചോദിച്ചാൽ നോക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞെങ്കിലും പോയി ബേജാറായില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ പരാജയം വസിക്കേണ്ടി വരും. ഈ വെല്ലുവിളി അവരുടെ ഉയർത്തിയിടുമ്പോ എത്ര എന്റെ പറയണം. ആ ഷെൽഫിലുള്ളത് ഇങ്ങനെയാണ്, അതിന്റെ അകത്തുള്ളത് എത്രയാണ്, മറ്റേ പുതിയുള്ളത് ഇത്രയാണ് പറയാൻ കഴിയണം. ആ കഴിവ് അല്ലാഹു നൽകുമ്പോഴേ പറയുള്ളൂ. പരിശുദ്ധൻ പഠിപ്പിച്ചതാണ്. ഈസാ നബി അല്ലാഹു അല്ലല്ലോ, ഇലാഹല്ലോ, അല്ലാഹു അല്ലാത്ത പടച്ചവനല്ലാത്ത ഈസാ നബി അലൈഹി വസല്ലം ഈ അത്ഭുതങ്ങൾ, അതേ മുഅ്ജിസത്തുകൾ അവർക്ക് നൽകുന്ന കഴിവുകൾ അല്ലാഹു അവർക്ക് നൽകിയതനുസരിച്ച് അവർ പ്രഖ്യാപിക്കുന്നു. അത് ശത്രുക്കളുടെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ അറിയാം അല്ലാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്, അവരത് ആവശ്യപ്പെടുന്നത്. അതേ അവസരത്തിൽ പറയുന്നത് അല്ലാഹു കഴിവ് കൊടുക്കൂല. പരിശുദ്ധ അറിയാത്തത് എന്താണ്? എന്തിന് തന്റെ വിശ്വപ്രസിദ്ധമായ ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, വലഹു പ്രവാചകന്മാർക്കുണ്ട് ഒരു വിശേഷമുണ്ട്. കണ്ടോ അസാധാരണ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന സമൂഹമാക്കുന്ന അതിന് വിശേഷം പ്രവാചകന്മാർക്കുണ്ട്. ഏതുപോലെ സാധാരണക്കാരായ നമുക്ക് സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരവസ്ഥയും ഒരു പക്വതയും നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ ഒരവസ്ഥ മഹാന്മാരായ അമ്പിയാക്കൾക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിദ്ധിവിശേഷം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. മഹാനവറുകൾ വീണ്ടും പറയുന്നു, കണ്ടോ അമ്പിയാക്കളാണോ പ്രവാചകരാണോ അവർക്ക് മല നേരിൽ കാണാൻ കഴിയുന്ന ഒരു വിശേഷമുണ്ട്. കഴിഞ്ഞില്ല മലക്കൂത്തിയായ ലോകമൊന്നാകെ കാണാൻ അവർക്ക് കഴിയും. ഏതുപോലെ കണ്ണ് കാണാത്ത അന്ധരായ വ്യക്തിയും കാഴ്ചയുള്ള വ്യക്തിയും തമ്മിലുള്ള അന്തരം പോലെ. എന്താ കാരണം? കാഴ്ചകൾക്ക് ഇവിടെയുള്ളവർക്ക് കാണാൻ കഴിയും, അന്ധരായ മനുഷ്യൻ അറിയുന്നില്ല. എന്നതുപോലെ നമ്മളെല്ലാവരും കാഴ്ചയുള്ളവരാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അസാധാരണമായ പലതും ഈ പറഞ്ഞ പ്രവാചകനെ അറിയാനും മനസ്സിലാക്കാനും കഴിയും. അങ്ങനെയുള്ള വിശേഷമുണ്ട്. മാത്രമല്ല കണ്ടോ അദൃശ്യമായ ലോകത്ത് പിന്നീട് വരാൻ പോകുന്ന അദൃശ്യമായ വിവരങ്ങൾ അത് എത്തിപ്പിടിക്കാൻ
കഴിയുന്ന സ്ഥിതിവിശേഷം പ്രവാചകനുണ്ട്. അങ്ങനെ ഉള്ളവനെ പ്രവാചകനാവാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ലൗഹിലുള്ള കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് പാരായണം ചെയ്യാനും വായിക്കാനും മറ്റു കഴിവുള്ള ആ ഒരു സ്ഥിതിവിശേഷമുള്ള ആളാണ് പ്രവാചകൻ. അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാർ. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം നൽകുന്നു. തന്റെ 12ാമത്തെ വാല്യം 460 പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തി കാണാൻ കഴിയും. കഴിഞ്ഞില്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി തങ്ങൾ തന്റെ ഇഹ്യാഉദ്ദീനിൽ ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. കണ്ടോ, അന്നലഹു ഫീ നഫ്സിഹി സിഫത്തൻ തതിബൻ ബിഹാ തഖലഹു ലഹു ഖാരിഖത്തുൽ ആദാത്. സാധാരണ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന സിദ്ധിവിശേഷം, അസാധാരണമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിദ്ധിവിശേഷം അല്ലാഹു പ്രവാചകന് നൽകുന്നു. വളരെ വ്യക്തമായി അതുപോലെ എത്ര വ്യക്തമാണ്. നോക്ക് നിങ്ങൾ, നമ്മുടെ കഴിവ്, നമ്മുടെ താല്പര്യവും നമ്മുടെ ഉദ്ദേശവും കൊണ്ട് നമുക്ക് ഒരുപാട് ഭൗതികമായ സാധാരണമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാത്മാക്കളായ ആളുകൾക്ക് അവരുടെ താല്പര്യം അനുസരിച്ച് അസാധാരണമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവ് സിദ്ധിവിശേഷം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് കഴിവ് പറയുന്നത്. നമ്മുടെ കഴിവ് പറയും. ആ പറയുന്ന കഴിവ് കൊണ്ടാണ് അല്ലാഹു നൽകുന്ന കഴിവ്, ആ സിദ്ധിവിശേഷം അത് മുഖേനയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മഹാന്മാക്കൾക്ക് അതിനൊക്കെ കഴിവും ഒരവസ്ഥയും സിദ്ധിയും അല്ലാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം വ്യക്തമാകുന്നു. അതനുസരിച്ച് പണ്ഡിതന്മാർ ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് പോലെ അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണ പ്രവൃത്തികൾ ചെയ്യാനുള്ള സിദ്ധിവിശേഷം അവർക്കുണ്ട്. നമ്മൾ പറഞ്ഞതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസാലി തങ്ങൾ തന്റെ ഇഹ്യാഉദ്ദീനിന്റെ ഈ ഗ്രന്ഥത്തിന്റെ 4ാമത്തെ വാല്യം 166ാമത്തെ പേജിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ മഹാത്മാക്കൾക്ക് കഴിവില്ല, അല്ലാഹു നൽകുകയില്ല എന്ന് പറയുന്ന വാദം നിരർത്ഥകമാണ്. അത് പ്രമാണബദ്ധമല്ല. പ്രാമാണികമായ അജ്ഞത കൊണ്ടാണ്, പ്രമാണസംബന്ധിയായ വിവരമില്ലായ്മ കൊണ്ടാണ് അക്കാര്യം പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നോക്ക് നിങ്ങൾ, മഹാത്മാക്കൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി വസല്ലം അന്ന് ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷി, സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു രാജ്ഞിയുണ്ട്, ഒരു ചക്രവർത്തിയുണ്ട്. അവൾ അവിടെ ഇസ്ലാമേതര ആശയത്തിലായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമൊക്കെ ഹുദ്ഹുദ് മുഖേന സുലൈമാൻ നബി അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി വസല്ലം അവരിലേക്ക് കത്തെഴുതി, നിങ്ങൾ ഇസ്ലാമിക സന്ദേശം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കത്തെഴുതിയപ്പോ അവർ മുശാവറ ചെയ്ത് കൂടിയാലോചിച്ചു. അവർ മുസ്ലിമായി സുലൈമാൻ നബിയിലേക്ക് വരാൻ തീരുമാനിച്ചു. പരിശുദ്ധ ആ സംഭവം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൻ നംലിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ അവിടെ പുറപ്പെട്ടു. സുലൈമാൻ നബി അരികിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. പുറപ്പെട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി വസല്ലം തന്റെ സഭയിലുള്ള ആളുകൾ മനുഷ്യരെയും ജിന്നുകളുടെയും എല്ലാവരെയും അടക്കി ഭരിച്ചിരുന്ന മഹാനാണ് സുലൈമാൻ നബി അലൈഹി വസല്ലം. ആ സുലൈമാൻ നബി തന്റെ സഭയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൽ മലഅു യഅ്തിനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തിനി മുസ്ലിമീൻ. അല്ലയോ ജനങ്ങളെ, ഇവിടെ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളത്തിൽ ആർക്കാണ് ആ സഭയിലുള്ള ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം, അവരുടെ സിംഹാസനം, ആ സിംഹാസനം അവർ എത്തുന്നതിന് കൊണ്ടുവരാൻ കഴിയുന്നവർ ആരുണ്ട്? സുലൈമാൻ നബി അലൈഹി വസല്ലം അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ജിന്നിലുള്ള ഒരു മല്ലൻ ജിന്ന് പറഞ്ഞു. ജിന്നിൽ വലിയ മല്ലന്മാരും കുറെ ആളുകൾ, പല ജാതി വർഗവും
ഇഫ്രീത്ത് എന്ന് പറയുന്നത് ശക്തനായ മനുഷ്യന്മാരുള്ളതുപോലെ തന്നെ നമ്മളെ കൂടെ കുറെ ദുർബലന്മാരുമായ ആൾക്കാർ ഓരോന്നും നമ്മള് ദുർബലന്മാർ. ഇതങ്ങനെയല്ല. ഇത് ജിന്നുകളിൽ മല്ലനായ ഇഫ്രീത്ത് പറഞ്ഞു നിങ്ങൾ സാധാരണഗതിയിൽ വിധി ന്യായത്തിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന ഒരു സമയം ഒരു ഉച്ചയോടുകൂടെ ആ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സഭയിൽ പോയി ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത് കൊണ്ടുവരാൻ കഴിവുറ്റവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിന് പ്രാപ്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു മല്ലൻ ജിന്ന് ഇക്കാര്യം പറഞ്ഞപ്പോ സുലൈമാൻ നബിയെ സമ്മതിച്ചില്ല. അതിങ്ങനെ വിസ്മരിച്ചത് പോരാ, അതിലേറെ നേരത്തെ കിട്ടണമല്ലോ എന്ന രൂപത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നിന്നപ്പോ അന്വേഷിച്ചപ്പോ ബഹുമാനപ്പെട്ടവരോട് ആ സദസ്സിൽ നിന്നൊരാൾ ആവശ്യപ്പെടുകയാണ്. ആരാണത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വേദഗ്രന്ഥത്തെക്കുറിച്ച് കിതാബിൽ നിന്ന് വിവരമുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഒരു പണ്ഡിതൻ പറഞ്ഞു. ആരാണത്? എല്ലാ മുഫസ്സിറുകളും രേഖപ്പെടുത്തി വെച്ചു. മഹാനായ വലിയായി എന്നാണ് എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പറയുന്ന ഒരു മഹാനായ വലിയ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് വെട്ടിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് കണ്ണൊന്ന് ചിമ്മി ഒന്നിങ്ങനെ കണ്ണ് ഒന്ന് ഇറുകി ചിമ്മി തുറക്കുക, കണ്ണൊന്ന് ചിമ്മി തുറക്കുക. ആ ആശ്രയം കുറഞ്ഞ സമയത്തിന്റെ മുമ്പ് എത്രയോ കാതങ്ങളുള്ള ബിൽക്കീസ് സിംഹാസനം കണ്ണ് ഒന്ന് വെട്ടിവെക്കുന്നതിന് മുമ്പായി ഒരു സെക്കൻഡിനുള്ളിൽ ഞാനിവിടെ കൊണ്ടുവരാം. എന്തൊരു കറാമത്താണ്, എന്തൊരു അത്ഭുതമാണ്. മുഹയ്യിദ്ദീൻ കറാമത്ത് നമ്മൾ ഇവിടെ വിളിക്കുമ്പോൾ അത്ര വലിയ നടക്കാൻ കഴിയോ ഇവിടുന്ന് കേൾക്കുവോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത് എത്രയോ സഭയിലെ ആ സിംഹാസനം ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തരാം. എന്താ പ്രഖ്യാപനം? അല്ലാഹു കൊണ്ടുവരുന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്നു, ഞാൻ അതിവിടെ കൊണ്ടുതരും. ആ സഹോദരൻ പറയുകയാണ്, ഞാൻ കൊണ്ടുതരും. റെഡി, ഞാൻ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും. ആ സഹോദരൻ പറയുന്നു, എങ്ങനെയാണ് ഇതുവരെ കഴിയുന്നത്? അല്ലാഹു നൽകുന്ന പ്രത്യേക സ്ഥിതി വിശേഷം, അല്ലാഹു നൽകുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാന്മാരെ കൊണ്ടുവരുന്നത്. അപ്പൊ അല്ലാഹു മഹാന്മാർക്ക് ഒരു കഴിവ് കൊടുക്കുകയില്ല എന്നും അവർക്ക് അത് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള വാദം പരിശുദ്ധ ഖുർആൻ വിരുദ്ധമാണ്. വാദമാണ്. ഖുർആൻ അറിയാതെ പറയുകയാണ്. കാരണം പരിശുദ്ധ ഈ കാര്യം പറയുന്നു, നിങ്ങളുടെ കണ്ണ് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആ സിംഹാസനം കൊണ്ടുവരാം. പ്രഖ്യാപിക്കാൻ മാത്രമല്ല, പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും കഴിയും. പ്രഖ്യാപിച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു പോവല്ല. പറഞ്ഞതുപോലെ ശരി കൊണ്ട് പറഞ്ഞപ്പോഴേക്ക് അത് സെക്കൻഡ് കൊണ്ട് സാധനം എന്താ കേൾക്കണം. എന്തൊക്കെ സംശയങ്ങളാണ്. ആ സംശയത്തിനൊന്നും അവിടെ പഴുതുകളില്ല. അവിടെ കൊണ്ടുവരുമ്പോ അപ്പൊ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് സിംഹാസനം പൊട്ടിയിട്ട് എങ്ങനെ ചാടിയത്, എങ്ങനെ കട്ടിലാസിലാസനം പോകുന്നത്. അപ്പൊ അത് പോലും ആൾക്കാരും കണ്ടില്ലേ ചാടിയ ബിൽഡിംഗ് പൊട്ടാതെ ചാടിയോ. ഈ ജാതി സംശയത്തിനോട് പഴുതുകളില്ല. അതൊന്നും പഴുതേ പറഞ്ഞില്ല. പറഞ്ഞപ്പോഴേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിൽ അതാ ആ സിംഹാസനം ഉടനെ അവിടെ നിലകൊള്ളുകയാണ്. അപ്പോഴേക്ക് സാധനം അവിടെ എത്തുകയാണ്. ആ സാധനം സിംഹാസനം അവിടെ എത്തിയപ്പോൾ
മഹാനായ ഇമാം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി. കണ്ടോ, ഇത് അല്ലാഹുവിന്റെ വല്ലാത്തൊരു ഔദാര്യമാണ്. കൊണ്ടുവന്നവൻ ആ സഹോദര പറയുന്നവരാണെങ്കിലും ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഈ കഴിവ് നിങ്ങൾക്ക് നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് എന്നാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറത്തുൻ നംലിലെ 37, 38, 39, 40 വചനങ്ങൾ എടുത്താൽ ഈ സംഭവം വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് മഹാന്മാക്കളായ ആളുകൾക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള സിദ്ധികളും കഴിവുകളും നൽകുന്നതാണ്. നൽകുകയില്ല എന്ന് പറയുന്ന വിദഗ്ധവാദം, വഹാബിവാദം പ്രമാണ വിരുദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ വിരുദ്ധമാണ്, സുന്നത്തിന് വിരുദ്ധമാണ്. മുസ്ലിം ലോകത്തിന്റെ ആ പ്രാമാണികമായ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ ഏകോപനങ്ങൾക്ക് എതിരാണ് സത്യം നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് മുഹയ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുമ്പോഴേക്ക് അവരുടെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന കഥ, എന്ന വാദം അതിന് നിലനിൽപ്പില്ലാത്ത വാദമാണ്. സഹോദരങ്ങളെ, ഇനി നമ്മള് മുഹയ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ വ്യക്തിത്വമാണ്. നൂറ്റാണ്ടുകൾ മരണപ്പെട്ടു പോയ മുഹയ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വിളിക്കുകയാണ്. വിളിച്ചു ഉത്തരം ചെയ്യാനാണ്. അങ്ങനെ വിളിക്കുമ്പോ ആ വിളി ദുആആകുന്നു, അത് ആരാധനയാകുന്നു എന്നാണ് മുജാഹിദ് നേതാവ് പറയുന്നത്. കേട്ടോളൂ, പറയട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മൊയ്തീൻ ശൈഖിനെ ഒരാള് ഒന്നുകൊടുത്ത് ഊതുബത്തി കത്തിച്ചു വെച്ച് മജ്‌ലിസിൽ ഇരുന്നിട്ട് വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നത്? അജബത്തു മുസ്ലിം വിളിച്ചാൽ ഞാനൊരു ഉത്തരം ചെയ്യും. അത് ദുആയാണ്. ദഅ യദ്ഉ എന്നതിന്റെ മസ്ദറാണ് ദഅവത്ത്. ദഅവത്ത് നിങ്ങളുടെ പ്രാർത്ഥന കാരണമായി ഉത്തരം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ദുആ തന്നെയാണ്. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇബാദത്താകുന്ന വിളി തന്നെയാണിത്. യാതൊരു സംശയമല്ല. മുഹയ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹു നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ മുഹയ്യിദ്ദീൻ ശൈഖിനെ ഇങ്ങനെ ഉറുവെടുത്ത് ഉറുവത്തി കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് മജ്‌ലിസിൽ വിളിച്ചാൽ അത് ഇബാദത്തായ ദുആ. നോക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് ആരാധനയാകുന്നത്? അത് വിശദീകരിച്ചില്ല. ഇത് ആരാധന തന്നെയാണ് എന്ന് പറഞ്ഞ് വാദം തെളിവാക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇയാൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇത് ആരാധനയാകുന്നതാണ്. കടുത്ത നുണയാണ്. ആരാധനയല്ല. ആരാധനയാകാനുള്ള കാരണമായി പറഞ്ഞതെന്താ? ഒന്നും എടുത്തുകൊണ്ടാണ് വിളിക്കുന്നത്. എടുത്തുകൊണ്ട് വിളിക്കുമ്പോൾ ആരാധനയാകുമോ? രണ്ട് ഊതുബത്തി ചന്ദനത്തിരി കത്തിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ചന്ദനത്തിരി കത്തിച്ച് വെച്ച് വിളിച്ചാൽ ആരാധനയാകും. ഒരാൾ എടുത്തു ആരാധനയാവൂല. ചന്ദനത്തിരി കത്തിച്ച് വെച്ച് ഞാൻ ഇവിടെ വിളിച്ചാൽ ആരാധനയാവൂല. പിന്നെ മജ്‌ലിസിൽ വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. മജ്‌ലിസിൽ വിളിച്ചാൽ ആരാധനയാവൂല. അപ്പൊ ആരാധനയാവാനുള്ള മാനദണ്ഡം ഏതാണോ അതൊന്നും ഇവിടെ മേടിച്ചിട്ടില്ല. മരിച്ചുപോയവരെ വിളിക്കുക എന്നതാണോ? മരിച്ചുപോയ ആളെ വിളിക്കുമ്പോഴേക്ക് ആരാധനയാവൂല. മരിച്ചുപോയ ആളുകളെ വിളിക്കുന്നത് എന്താ ആരാധനയാകുന്നതിന്റെ മാനദണ്ഡം? ഒരു കാര്യം ഇബാദത്താകുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അത് ഊതുബത്തി ചന്ദനത്തിരി കത്തിച്ച് വിളിക്കലോ, ഉളു എടുത്ത് വിളിക്കലോ, മജ്‌ലിസിൽ വെച്ച് വിളിക്കലോ അല്ല. പിന്നെന്താ ഒരു കാര്യം ആരാധനയാവുക? ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുഖപത്രം